ഹലോ. സമയം രാത്രി ദേ 9 മണി കഴിഞ്ഞിട്ടുണ്ട്. പകലല്ല രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ ഞാനെന്തായി വീഡിയോ എടുക്കുന്നതെന്നല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കാന്ന് കരുതി. കാരണം നാളെ രാവിലെ എത്തി വെച്ചിട്ടൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. തലേദിവസം ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ കുറേ മാത്രം ഒതുക്കി വെച്ചിട്ടല്ലേ നമ്മൾ കിടക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് ഫ്ലാസ്ക് എടുത്തിട്ട് വരികയാണ്. ഫ്ലാസ്ക് മാമിയുടെ റൂമിലാണ് വെച്ചിട്ടുള്ളത്. വെള്ളം നിറച്ചിട്ട് മാമിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലാസ്കിൽ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുന്നത് ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കലാണ്. അപ്പോൾ അത് ഇന്നിപ്പോൾ തലേന്ന് രാത്രി തന്നെ ഒന്ന് ചെയ്ത് വെക്കാമെന്ന് കരുതി. വെള്ളം ഓൾറെഡി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഫ്ലാസ്ക് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ വെള്ളം നിറച്ചുകൊണ്ട് വെക്കുകയാണ്. അപ്പോൾ രാവിലെ പെട്ടെന്ന് പോകുന്ന പോക്കിലെ ഈ ഒരു ഫ്ലാസ്കിൽ വെള്ളം നിറയ്ക്കലൊക്കെ അങ്ങ് മറന്നു പോയാലേ അത് ആകെ ഒരു ബുദ്ധിമുട്ടാകും. അങ്ങനെ അതൊന്ന് റെഡിയാക്കി വെച്ചു. അതിന് മുന്നേ തന്നെ ദേ കുക്കറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് കുറച്ച് റൈസ് ഇട്ട് വെക്കണേ. കോഴിക്കുട്ടന്മാർക്കുള്ള റൈസാണ് കേട്ടോ. അവർക്കും ഫുഡൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതും ഈസിയാവും. അപ്പോൾ ഒരൊറ്റ വിസിൽ ദേ കേട്ടപ്പോൾ അതൊന്ന് റെഡിയായി. ഇനി ഓഫ് ചെയ്തങ്ങ് മാറ്റി വെച്ചാൽ മാത്രം മതി. രാവിലെ നമുക്ക് അടുത്തത് ഫുഡ് കൊടുത്തിട്ട് പോവുകയും ചെയ്യാം. പിന്നെ നോക്കുമ്പോൾ തേങ്ങ ചിരകിയില്ല. ഒരു തേങ്ങ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്ന് പൊട്ടിച്ചത് ചിരകി എടുത്ത് അങ്ങ് തേങ്ങ ചിരകി വെക്കുന്ന ബോക്സിലോട്ട് ആക്കി വെക്കുകയാണ്. തേങ്ങ ചിരകിയതൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പല പണികളും ഈസിയാണ് രാവിലെ. അപ്പോൾ ഏകദേശം കുറേ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ ദേ പാത്രങ്ങൾ കൊണ്ട് കുന്നു കൂടിയിട്ടുണ്ട്. അപ്പോൾ സിങ്ക് ഏരിയ ഒന്ന് വൃത്തിയാക്കലാണ് അടുത്ത പണി. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി വെച്ചാൽ ആ ഒരു ഏരിയയും കംപ്ലീറ്റ് ആയി കിട്ടും. പിന്നെ അത് തേങ്ങ ചിരകിയത് കൊണ്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കാനേ. അതിന് നേരെ ഇരുന്ന് അത് കേടാക്കണ്ടെന്ന് കരുതിയിട്ട്. പിന്നെ ഓർത്തപ്പോഴാണ് ഫ്രീസറിൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനത് ഓൾറെഡി ഇന്ന് രാവിലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെക്കുകയാണ്. ഫ്രീസറിൽ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ അതും എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് എന്തായാലും ഫ്രൈ ചെയ്യാൻ പറ്റാത്തൊരു പരുവത്തിലായിരിക്കും. അതൊന്ന് എടുത്ത് താഴേക്ക് വെച്ചിട്ട് കുറച്ച് തുണി അലക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു. തുണി ഓൾറെഡി നമ്മൾ ആ ഒരു സന്ധ്യയ്ക്ക് മുന്നേ കഴുകി വെച്ചതാണ്. അതുകൊണ്ട് അയയിലിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് അയയിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു പണിയാണ് റെഡിയാക്കിയിട്ട് ഇതൊക്കെ നാളെ കാലത്ത് ചെയ്യാനുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ ഫ്രണ്ടിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തു. 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആ ലൈറ്റൊന്നും ഇട്ടേക്കേണ്ടെന്ന് കരുതി അതെല്ലാം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് തുണി ഒന്ന് അയയിലോട്ട് ഇടാനേ. മുകളിൽ ഞങ്ങളുടെ ഓപ്പൺ ഡ്രസ്സിലാണ് ഞങ്ങൾ അയയൊക്കെ കൊടുത്തിട്ടുള്ളത്. അവിടെ വന്ന തുണികളൊക്കെ ഒന്ന് റെഡിയാക്കി അവിടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്നോളും. മഴ പെയ്താലും വെയിലുണ്ടെങ്കിലും വെയിലില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ രാവിലത്തെ പണി അതും അങ്ങ് റെഡിയായി കേട്ടോ. ഇനി നാളെ പോകുമ്പോഴുള്ള ഡ്രസ്സ് അതെടുത്തൊന്ന് അയൺ ചെയ്ത് വെച്ചാലോ. അപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ ടോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് അയൺ ചെയ്ത് വെക്കുകയാണ്. ഇപ്പോൾ എടുത്ത ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മടി കൂടാതെ നമുക്കത് എടുത്തിട്ടിട്ട് അങ്ങ് പോകാം. അല്ലെങ്കിൽ രാവിലെ എടുക്കുമ്പോൾ ഇനി ഇത് അയൺ ചെയ്തില്ലല്ലോ, ഇനി അയൺ ചെയ്ത് വേറെ ഏതെങ്കിലും എടുത്തിടാമെന്നൊക്കെ ഒരു ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തലേന്ന് ഡ്രസ്സ് മക്കളുടേതായാലും എൻ്റെതായാലും ഒക്കെ അയൺ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എടുത്ത് വെക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ രാവിലെ ഒന്ന് അയൺ ചെയ്താൽ മാത്രം മതിയല്ലോ. അയൺ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ അയൺ ചെയ്ത് വെച്ചിട്ട് കൂടിയേ കിടക്കാറില്ലേ. അതിന് രാവിലെ വല്ലാത്ത നമ്മൾ ടൈം ഇല്ലാത്ത സമയത്ത് അതിന് വേണ്ടിയിട്ട് പിന്നെ ഡ്രസ്സ് എടുക്കുക, പിന്നെ അതിന് വേണ്ടി അയൺ ചെയ്യാൻ നടക്കുക, അതൊക്കെ ഒരു മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാമെന്ന് കരുതി അതും ഒന്ന് റെഡിയാക്കി വെച്ചു. ചുരിദാർ ടോപ്പ് മാത്രം അയൺ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ അല്ലറ ചില്ലറ പണികളൊക്കെ ഒതുക്കി വെച്ചപ്പോൾ കിടക്കാനുള്ള ടൈമുമായി.